ബുദ്ധൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ധ്യാനത്തിൽ എന്നെ കാണുന്നുവെങ്കിൽ എന്നെ കൊല്ലൂ എന്ന് പറയുന്നത്. നമ്മൾ ഏത് രൂപത്തിലാണോ ഈശ്വരനെ നമ്മൾ സ്മരിക്കുന്നത്, ആ രൂപമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അവരൊക്കെ സൂക്ഷ്മ രൂപത്തിൽ ഇപ്പോഴും നമ്മളിലേക്ക് വരാൻ കെൽപ്പുള്ളവരാണ്. അതെ അതെ സർ, ഈശ്വരീയ ദർശനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ഭഗവാനെ കാണുക, ഈശ്വരനെ കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണല്ലോ ഭഗവാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പലരും വിളിക്കാറില്ല. പക്ഷേ ഒരു ചൈതന്യത്തിൽ വന്നൊരാൾ എല്ലാ സമയവും ഈശ്വരനാമം അല്ലെങ്കിൽ നാമജപത്തോടുകൂടി മുന്നോട്ട് പോകും. സാധാരണപ്പെട്ട ആൾക്കാർ ഒരു ജപമോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ദേവതാ ദർശനങ്ങൾ കിട്ടുന്നു, പല ഉപാസനാമൂർത്തികൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇത് അവിടെ തന്നെ അവർ സ്റ്റക്കായി പോകുന്നുണ്ട്. ഇതങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഉപാസനാമൂർത്തികൾ എന്തുകൊണ്ടാണ് ഇവരിലേക്ക് വരുന്നത്? വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ കഴിയും? ഈ ഈശ്വര ദർശനത്തെക്കുറിച്ച് അതൊന്ന് പറയാമോ? ശരിക്കും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അതെ. ഇതിൽ ഞാനൊരു തുറന്ന സമീപനമാണ് ഇതിലെടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വെർഷൻ പറയും. ഓക്കെ. പക്ഷേ അത് തന്നെയാണ് ശരിയെന്ന് ആരും ധരിക്കേണ്ടതില്ല. ചിലപ്പോൾ വേറൊരു സാധ്യതയും ഉണ്ടാവാം. അതെ. അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരത്തെ നമ്മൾ അടച്ചു വയ്ക്കുന്നില്ല, ഒരു വെർഷൻ മാത്രം പറയുന്നതാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഡാറ്റകൾ എടുത്ത് നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ സാറിനെ ഞാൻ കാണുമ്പോൾ ഈ വിഷ്വൽ സിഗ്നൽസ് ഇവിടെ എത്തുന്നു, ആ കേന്ദ്രം ആ ഇമേജ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു, ശബ്ദം വേറൊരു ഫാക്കൽറ്റി അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി സമഗ്രമായിട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ ഇത് ഇന്ന ആളാണ് ഇരിക്കുന്നത്, അദ്ദേഹം പറയുന്ന കാര്യം ഇന്നതാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നു, അപ്പോൾ ഞാൻ സാറിനെ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. ഇത് ശരിക്കും ക്യാമറ ഫങ്ഷൻ ചെയ്യുന്ന പോലെയാണ്. ഒരു സിസ്റ്റത്തിലേക്ക് കുറേ ഡാറ്റകൾ വരുന്നു, ആ ഡാറ്റകൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് കാണുന്നത്. ഇതൊക്കെ മെമ്മറി ആയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധ്യാനത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കാണുന്നില്ല, പക്ഷെ അവർ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ നേരെ റിവേഴ്സായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാമറയിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, പ്രൊജക്ടർ ഈ റെക്കോർഡ് ചെയ്ത സാധനത്തെ സ്ക്രീൻ ചെയ്യുന്നു. ഈ ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എല്ലാ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിത്യസ്മരണയാണല്ലോ. ഇപ്പോൾ നാമജപം അല്ലെങ്കിൽ ആ സ്മരണയാണ്, നിത്യം നമ്മൾ ആ രൂപത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നാമം ജപിക്കുമ്പോൾ അതിന് ആധാരമായിട്ടുള്ളൊരു രൂപവും കൂടി നമ്മളുടെ സ്മരണയിൽ വരുന്നു. ഈ റെക്കോർഡുകൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഒരു സ്റ്റേജ് വരുമ്പോൾ. നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്ക് അതിനറിയില്ല ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നിട്ടാണോ ആ രൂപം അവിടെ ഉണ്ടോ, അതോ ഞാൻ എൻ്റെ സ്മരണകളിൽ നിന്ന് തന്നെ ആ സിഗ്നലുകൾ അവിടെ കിട്ടും. നമ്മൾ നിത്യം സ്മരിക്കുമ്പോൾ ഇവിടെ ആ സംഭവം ഇല്ലെങ്കിലും ആ രൂപത്തിൻ്റെ സിഗ്നലുകൾ ആ പ്രോസസ്സിങ് കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാമമായിട്ട് രൂപമായിട്ടൊക്കെ നമ്മൾ സ്മരിക്കുകയല്ലേ. അപ്പോൾ ആ കേന്ദ്രം ഈ അറിയുന്ന ഫാക്കൽറ്റിക്ക് സിഗ്നലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കാണും, അത് അവിടെ കാണുന്നതായിട്ട് അവിടെ തിരിച്ചറിയും. അപ്പോൾ സാധകൻ ഈ രൂപങ്ങളെല്ലാം കാണും. റിയലാണ്, ഈ സാധനെ സംബന്ധിച്ചിടത്തോളം റിയലാണ്. കാരണം അവിടെ ഉള്ളിലിരുന്ന് ഇതെല്ലാം അറിയുന്ന ആൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ശരി, ഒരർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ ആ പദം ഉപയോഗിക്കാൻ പാടില്ല, മിഥ്യാദർശനം എന്ന് ഞാൻ ആ പദം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനൊരു സാധ്യതയാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണോ ഈശ്വരനെ നമ്മൾ സ്മരിക്കുന്നത്, ആ രൂപമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ ശിവനെ ഉപാസിക്കുമ്പോൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ശിവൻ എന്നുള്ള ആ രൂപത്തെയും അതിൻ്റെ ആ ഗുണത്തെയും ഒക്കെ ആ സിഗ്നലുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അദ്ദേഹത്തെ കാണും. ശിവനെ ഉപാസിക്കുന്ന ഒരാൾ വിഷ്ണുവിനെ അല്ലല്ലോ കാണുന്നത്. ശരിയാണ്. അങ്ങനെ അപ്പോൾ ഇങ്ങനൊരു സാധ്യതയാണ് സയൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടാം. അങ്ങനെയെങ്കിൽ
നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു രൂപം എങ്ങനെ അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്നു പല രൂപങ്ങൾ കാണുന്നു. രൂപങ്ങൾ കാണുന്നത് അപ്പൊ അവരുടെ ഓർമ്മയിലുള്ള അവരങ്ങനത്തെ രൂപം വിഷ്വൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന കൃഷ്ണൻ പുല്ലാങ്കുഴൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണുന്നത് എത്രയോ പേര് വിളിച്ചിട്ട് പല വേരിയൻസ് കാണുന്നു. വിരാട് രൂപം കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതും ആ ഒരു പീക്ക് തലമാണ്. അവിടേക്ക് നമ്മൾ എത്താൻ പറ്റുക എന്ന് വെച്ചാൽ തന്നെ ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ വിരാട് രൂപത്തിനെ കാണുന്ന ഒരാൾക്ക് അതെന്താണ് അതും കൂടി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമുണ്ട്. കാരണം നമ്മളുടെ ഈ ജന്മം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ജന്മത്തിലെ അനുഭവങ്ങളല്ല. അതെ, പഴയ റെക്കോർഡ് അവിടെ ഉണ്ട്. നമ്മൾ പഴയ ജന്മങ്ങളിൽ നമ്മൾക്ക് എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടായിരുന്നോ, വാസനകളുണ്ടായിരുന്നോ, അതെല്ലാം അവിടെ ഉണ്ട്. ഈ വ്യക്തി ഈ ജന്മത്തിൽ ഈ നിമിഷത്തിൽ അതിനെക്കുറിച്ചുള്ള സ്മരണയിൽ പോകുമ്പോൾ ആ മെമ്മറിയാണ് ഈ ജന്മത്തിലെ പോലും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഇത്തരം രൂപത്തിൽ ഉപാസിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രൂപങ്ങളുമായിട്ട് പരിചിതമാവുകയോ ചെയ്ത ആ മെമ്മറിയാണ്. അപ്പോൾ അവരത് കാണും. ഇപ്പോൾ ഈ ജന്മത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് പരിചയമേ ഇല്ലാത്ത രൂപങ്ങൾ വന്നു, വ്യക്തികൾ വന്നു. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അവരൊക്കെ സൂക്ഷ്മ രൂപത്തിൽ ഇപ്പോഴും നമ്മളിലേക്ക് വരാൻ കെൽപ്പുള്ളവരാണ്. അത് വേറൊരു സംഭവമാണ്, അത് വേറൊരു എൻറ്റിറ്റിയാണ്. അത് വേറെ സംഭവമാണ്. കാരണം അവർ സൂക്ഷ്മ രൂപത്തിൽ ഇവിടെയൊക്കെ നിലനിൽക്കുന്നു. ഇതേപോലെ ഒരു പക്ഷേ ഇത്തരം നമ്മൾ ഈശ്വരൻ, ദൈവം അല്ലെങ്കിൽ ദേവതകളായിട്ട് ഉപാസിക്കുന്നവരെല്ലാം തന്നെ ഇതുപോലെ യോഗാവസ്ഥ നേടിയ എൻറ്റിറ്റീസ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ അവർക്ക് നമ്മളിലേക്ക് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിഥ്യാദർശനമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളിന്റെ പവർ പീക്കായിരിക്കണം. അത് ഹയർ സോൾ ആയിരിക്കണം. അതിന് പുറമെ വരുന്ന ആ ഒരു സോൾ ഉണ്ടല്ലോ, കണക്റ്റഡ് ആയിരിക്കില്ലേ? കണക്റ്റഡ് ആയിരുന്നാലേ വരുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത്, ഞാൻ ഇന്ന് മഹാദേവനെ കണ്ടു, മഹാദേവൻ്റെ ഈ ഒരു ഫേസാണ് കണ്ടത്. ആ ഒരു ഫേസ് അല്ല വിഷ്വലി നമ്മൾ കാണുന്നത്. നമ്മൾ നിരന്തരം കാണുന്ന വിഷ്വൽ ഇമേജസിനകത്തുള്ള മഹാദേവൻ അമ്പലങ്ങളിലും വീട്ടിലും വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ കാണുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അവിടെയാണ് പറഞ്ഞത് ആ മെമ്മറി എന്ന് പറയുന്നത് ഈ ജന്മത്തിലത്തെ മെമ്മറി അല്ല, കഴിഞ്ഞ ജന്മത്തിലെ പാസ്റ്റ് ഏതോ ലൈഫിലത്തെ മെമ്മറിയാണ്. അത്രേ ഉള്ളൂ അതിൽ. പിന്നെ ഗുരുക്കന്മാരുടെയൊക്കെ ദർശനം എന്ന് പറഞ്ഞാൽ അത് അവരുടെ വില്ലാണ്, നമ്മളുടെ പോലും അല്ല. അവർ അത്രയും പവർഫുള്ളാണ്. ഏത് സമയത്തും ഏതൊരാളിലേക്കും എത്താൻ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ പ്രോസസ്സിലുണ്ട്. അവരിലേക്ക് എത്തേണ്ട ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അവർ നമ്മളിലേക്ക് വരും. നമ്മൾ വാതിൽ തുറന്നിടേ വേണ്ടു. നമ്മൾ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് പലതും നമ്മളിലേക്ക് എത്താത്തത്. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഹയർ സോൾസുമായിട്ട് നമ്മൾ സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സാധാരണപ്പെട്ട ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ആ സോളിന് എപ്പോഴും വരാം. പക്ഷെ അതിലുപരി ദോഷങ്ങൾ അവിടെ ഉണ്ടാകുമോ? സാധാരണ ആൾക്കാർ തോന്നുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ദോഷം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ അവിടെ സ്ട്രക്കായി നിൽക്കരുത്. ഇപ്പോൾ ബുദ്ധൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ധ്യാനത്തിൽ എന്നെ കാണുന്നുവെങ്കിൽ എന്നെ കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനെയും കടന്നു പോകും, നിങ്ങൾ എന്നിൽ സ്ട്രക്കായി നിൽക്കരുത്. ഇപ്പോൾ അവർ ഗൈഡ് ചെയ്യും നമ്മളെ. അവർ ആ സോൾസ് അത്രയും പവർഫുൾ ആയിട്ടുള്ളതും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവർ നമ്മൾ യഥാർത്ഥത്തിൽ ഗൈഡ് ചെയ്യും. നമ്മളുടെ ന്യൂനതകൾ എന്താണ്, കഴിവ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ. അപ്പോൾ അല്ല, അപകടത്തിലേക്ക് പോവില്ല കഴിയുന്നത്. അത് അവർ നമ്മളെ ഗൈഡ് ചെയ്തോളും. നമ്മൾ അവിടെയും കടന്നു പോകണം. നമുക്കൊരു ഗുരുവിനോടോ അല്ലെങ്കിൽ ഒരു ദേവതയോടൊക്കെ ഉള്ള ബന്ധം എന്തായിരിക്കണം എന്ന് വെച്ചാൽ കൃതജ്ഞത മാത്രം. വെച്ചാൽ എന്നെ അവർ എത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടി എനിക്ക് വെളിച്ചം തരുന്നുണ്ട്, എനിക്ക് വിദ്യ തരുന്നുണ്ട്, നമ്മളുടെ ഉള്ളിലേക്ക് വിദ്യകൾ തരുന്നുണ്ട്. അത് അനുഷ്ഠിക്കുക എന്നതിലൂടെയാണ് നമ്മൾ ഗുരുവിനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത്. അതാണ് നമ്മളുടെ കടമ നമ്മൾ നിർവഹിക്കണം. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ പറയുന്ന ഈശ്വരീയ ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ സാധാരണ ഒരു ഉപാസനാമൂർത്തിയോ ഒരു ദേവതയിൽ ഒതുങ്ങാതെ അതും കടന്ന് ഒരു എന്താ പറയുക മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ കഴിയട്ടെ. സാധാരണ രീതിയിൽ ഒരു ഉപാസനാമൂർത്തിയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴാണല്ലോ സാറ് പറഞ്ഞ ബുദ്ധൻ്റെ സെൻറ്റൻസ് ഇവിടെ ഓർമ്മ വരുന്നത് അല്ലേ? അതും കഴിഞ്ഞ് അടുത്ത തലങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. നന്ദി.